തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 5000-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. 10,000-ഓളം പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ തലസ്ഥാനമായ കാരക്കസ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ വെനസ്വേലൻ രാജ്യങ്ങളെയാണ് തകർത്തത്. ഇത്തരമൊരു സാഹചര്യം നേരിടാനുള്ള സാമ്പത്തിക സ്ഥിതിയോ അടിസ്ഥാന സംവിധാനങ്ങളോ രാജ്യത്ത് ഇല്ല എന്നത് പ്രശ്നം ഗുരുതരമാക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ നിന്നും വെനസ്വേലയ്ക്ക് അടിയന്തര സഹായം എത്തുന്നുണ്ട്. രാജ്യത്തെ ആരോഗ്യരംഗവും ബലഹീനമാണ്. നിലവിൽ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ MBBS വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിന്. മരണത്തിൽ സമഗ്രവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്ന് AISF പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ആത്മഹത്യയെങ്കിൽ കാരണമായ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് ത്വരിതഗതിയിലുള്ള അന്വേഷണം ഉണ്ടാകണമെന്നും AISF വ്യക്തമാക്കി. ABVP ഇന്ന് ജൂബിലി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തും. ഇന്നലെയാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടിയ നിലയിൽ കോട്ടയം സ്വദേശിയായ 1-ാം വർഷ MBBS വിദ്യാർത്ഥി സ്നേഹയെ കണ്ടെത്തുന്നത്. പിന്നീട് അത്യാഹിത വിഭാഗത്തിലെത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. തൃശൂർ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ സമരവുമായി ബന്ധപ്പെട്ട് നഴ്സുമാരുമായി ബുധനാഴ്ച തൊഴിൽ വകുപ്പ് മന്ത്രി ചർച്ച നടത്തും. വൈകിട്ട് 5-ന് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ചയിൽ ആരോഗ്യമന്ത്രിയും പങ്കെടുത്തേക്കും. മിനിമം വേതന ആക്ട് നടപ്പിലാക്കുമെന്നും ഒരാഴ്ചയ്ക്കകം നടപടി ഉണ്ടാകുമെന്നുമാണ് ആരോഗ്യമന്ത്രി K. മുരളീധരൻ നൽകിയ ഉറപ്പ്. അതേസമയം പ്രശ്നപരിഹാരമാകുന്നതുവരെ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ സമരം തുടരാനാണ് നഴ്സുമാരുടെ തീരുമാനം. സർക്കാർ മിനിമം വേതന നിയമം പാസാക്കിയാൽ ശമ്പളം വർദ്ധിപ്പിക്കാമെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്.